ആക്ച്വലി ഇതൊരു ഇൻഡസ്ട്രിയലിന്റെ റിവ്യൂ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇൻഡസ്ട്രിയലർ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ഫോർമാറ്റിലും ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഐമാക്സിലായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ ഐമാക്സിൽ ഞാൻ ഇന്നലെ കൊച്ചിയിലുള്ള സിനിപോളിസ് ഐമാക്സിലായിരുന്നു ഞാൻ പടം കണ്ടത്. അപ്പോൾ ഇതൊരു ഐമാക്സിൽ ഞാൻ പടം കണ്ടതിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടാൽ മതി. ആക്ച്വലി ഇൻഡസ്ട്രിയലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപാട് മീംസും ട്രോൾസും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയലർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് അതൊക്കെ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറി. പക്ഷെ ബി ഫ്രാങ്ക്, ഇൻഡസ്ട്രിയലർ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അനുഭവിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇൻഡസ്ട്രിയലർ എന്നുള്ള സിനിമ അത് ഇപ്പം ഒറിജിനൽ റിലീസിന്റെ ടൈമിൽ ഞാനത് PVR-ലാണ് കണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ബി ഫ്രാങ്ക് എനിക്കൊന്നും മനസ്സിലായില്ല കാര്യമായിട്ട് എന്താണ് ഈ പടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും. അപ്പൊ ആ സമയം എന്ന് പറയുമ്പോൾ 10-11 വയസ്സ് കുറവാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ അന്വേഷിക്കുന്നില്ലല്ലോ പടത്തെക്കുറിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായ ബ്രെയിൻ കോസ്മോളജി എന്താണ്. നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്നത് 4 ഡയമെൻഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 5 ഡയമെൻഷൻ ഉള്ള ആളുകൾ അവരൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ബൾക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ ബൾക്ക് ബീങ്സിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ബ്രെയിൻ കോസ്മോളജി എന്താണ് നമ്മൾ സെർച്ച് ചെയ്യും. നമ്മൾ 4th ഡയമെൻഷൻ അല്ലെങ്കിൽ 5 ഡയമെൻഷൻ ഒക്കെ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്യും. അപ്പോഴൊക്കെ ആലോചിക്കുമ്പോഴാണ് വാഹൗ, അതായത് ഒരു മനുഷ്യന്റെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നത് ഇത്രയും ഡീപ്പായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇൻസെപ്ഷൻ അല്ല, സോറി, ഇന്റർസ്റ്റെല്ലർ എന്നുള്ള സിനിമ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ബ്രെയിൻ കോസ്മോളജി എന്താണെന്ന് ഞാൻ ഒരിക്കലും അന്വേഷിക്കാൻ പോകുന്നില്ല. മനുഷ്യന്റെ 4 ഡയമെൻഷനാണുള്ളതെന്ന് ഞാൻ അന്വേഷിക്കാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ബോധവാനായിരിക്കില്ല. പക്ഷെ ഈ സിനിമ കാണുമ്പോൾ ഈ സിനിമയെ കുറിച്ച് പലരും പറയുമ്പോൾ ഇത് അങ്ങനെയാണ്, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വാവ് ഫാക്ടർ കിട്ടും. ഒരു സിനിമ നമുക്കുണ്ടാകുന്ന നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർസ്റ്റെല്ലർ എന്ന സിനിമ ഒരുപാട് പേർക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. ബി ഫ്രാങ്ക്, അങ്ങനെയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ അത് കഴിഞ്ഞിട്ട് 4DX റിലീസായിരുന്നു ഏകദേശം 1 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ 4DX ഞാൻ പടം കണ്ടിരുന്നു. 4DX കണ്ടപ്പോൾ എനിക്ക് വളരെ നല്ല 4DX എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന മാവറിക്കാണ് ടോപ്പ് ഗൺ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് എനിക്ക് പറയാം അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇൻഡസ്ട്രിയൽ. കാരണം അതിന്റെ ഇമോഷണൽ ഹുക്കാണ്. ഈ സിനിമ ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടാവും. അതിൽ എപ്പോ കണ്ടാലും അതിലെ ഇമോഷൻ സീൻസിൽ ഞാൻ പട്ടിയെ പോലെ കിടന്ന് കരയും. അതുപോലെ അങ്ങനെ ഞാൻ മോങ്ങുന്ന രീതിയിൽ ഇന്നലെയും ഇതിനകത്ത് 2 സീനാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. അതിനകത്ത് ആദ്യമായിട്ട് കൂപ്പർ മനസ്സിലാകുമല്ലോ മകൾ ഇത്രയും വലുതായി, ആ മകളുടെ ചൈൽഡ്ഹുഡല്ല എല്ലാം അടക്കി 23 വർഷങ്ങളോടെ മകളുടെ ഒത്ത് അതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് ആ വീഡിയോ കണ്ട് കൂപ്പർ കരയുന്ന ആ സീനുണ്ടല്ലോ, ആ സീനിൽ. പിന്നെ ക്ലൈമാക്സ്, ഒബ്വിയസ്ലി ക്ലൈമാക്സിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരും കരഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം എത്ര തവണ കണ്ട പടമാണെങ്കിൽ അതിന്റെ ഇമോഷണൽ ഹൂക്ക് എന്ന് പറയുന്നത് അത്രയ്ക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ഞാൻ ഈ പടം കണ്ടത് കൊച്ചിയിലുള്ള ഐമാക്സിലാണ്. അപ്പോൾ ഐമാക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഐമാക്സിൽ നമ്മൾ കാണുന്നല്ലോ കുറച്ച് കഴിയുമ്പോൾ, അതായത് ഈ സിനിമയിൽ ഒരു സ്വപ്നം കണ്ടോട്ടാണല്ലോ കൂപ്പർ എഴുന്നേക്കുന്നത്. അപ്പൊ ആ സീനിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു 2-3 സെക്കൻഡ് ആണെങ്കിലും അത് ഫുൾ സ്ക്രീനായി മാറിയപ്പോൾ ഐമാക്സിൽ ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് ആണത്. കാരണം അത്രയും ക്ലാരിറ്റി, ഈ സിനിപോളിസിന്റെ ഐമാക്സിന്റെ ക്ലാരിറ്റി എടുത്തു പറയണം കേട്ടോ. നല്ല അത്ര ഷാർപ്നെസ് ആണെങ്കിലും എടുത്തു പറയേണ്ടതാണ്. സത്യം പറഞ്ഞൊരു വാവ് ആ ഒരു സംഭവമാണ് അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് അതിനകത്തൊരു സീൻ വരുന്ന അവരുടെ ആ കോൺഫീൽഡിലേക്ക് അവരൊരു ഡ്രോണിനെ ഫോളോ ചെയ്ത് പോകുന്ന സീനുണ്ട്. ആ സീനിൽ ഒരു ലേക്കിന്റെ അവിടേക്ക് എത്തുമ്പോൾ ഈ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ആയിട്ട് സ്ക്രീൻ ഫുൾ സൈസ് ആവും. അപ്പോൾ ആ വരുന്ന ക്ലാരിറ്റി നമ്മൾ ഒരുപാട് തവണ കണ്ട പടമാണ്. അതും കൂടെ ആലോചിക്കണം. നമുക്കറിയാം എല്ലാ സീനും നമുക്കറിയാം. പിന്നെ സ്പേസിൽ നടക്കുന്ന എല്ലാ സംഗതികളും ഫുൾ സ്ക്രീനാണ് വരുന്നത്. അപ്പൊ ഈ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ആവുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മൾ ഒരുപാട്, അതായത് പല ഫോർമാറ്റിൽ ഞാൻ പടം കണ്ടിട്ടുണ്ട്. PVR-ന്റെ നോർമൽ ഓഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മൊബൈലിൽ കണ്ടിട്ടുണ്ട്, ലാപ്ടോപ്പിൽ കണ്ടിട്ടുണ്ട്, സീൻസ് ഇടയ്ക്കിടയ്ക്ക് എടുത്തോണം ഞാൻ 4DX കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, പുതിയ ഒരു സിനിമ കാണുന്ന എക്സ്പീരിയൻസ് ആണ് ഈ ഐമാക്സിൽ ഈ പടം കണ്ടപ്പോൾ വീണ്ടും കിട്ടുന്നത്. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും എനിക്കത് പറഞ്ഞ് നിങ്ങളെ അത് അറിയിക്കാൻ പറ്റില്ല. അതിൽ വരുന്ന ക്ലാരിറ്റി, അതിൽ മില്ലേഴ്സ് പ്ലാനറ്റിൽ പോകുമ്പോൾ നടക്കുന്ന ആ സുനാമി പോലെ വലിയ വേവ്സ് ഒക്കെ വന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രോമാഞ്ചം എന്നൊക്കെ തന്നെ പറയാം. ആ രീതിയിലാണ് ഇത്. ഇത്ര നാളും കണ്ട ഇൻഡസ്ട്രിയലർ അല്ല ഞാൻ കാണുന്നത് എന്നുള്ളൊരു ഫീലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി മാൻസ് പ്ലാനറ്റിൽ പോകുമ്പോൾ ഉണ്ടാക്കുന്നത് അവിടെ ഫുൾ ഐസ് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ആ ഇമേജ്, അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന ഇമേജ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ക്രിസ്പ് ക്ലാരിറ്റി ആയിട്ടുള്ള ഇമേജസ്. പിന്നെ സൗണ്ട് എഫക്റ്റ്, ഡോക്കിംഗ് സീനിൽ ഡോക്ടർ മാൻ ഡോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് പറ്റാതെ പൊട്ടിത്തെറിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ വരുന്നൊരു സൗണ്ട് എഫക്റ്റും പെട്ടെന്ന് തന്നെ സൈലന്റ് ആവും.
അപ്പൊ ഈ സീൻസ് ഒക്കെ നമുക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ എഫക്റ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിന് ഐമാക്സ് തന്നെയാണ് വേണ്ടത്. നമുക്ക് നിർഭാഗ്യവശാൽ നമുക്കുള്ള ഐമാക്സുകളിൽ നമുക്ക് 70mm ഫിലിം പ്രൊജക്ഷനൊക്കെ ഉള്ള ഐമാക്സ് ഒന്നും ഇല്ല. അപ്പോൾ ഉള്ളതിൽ കൊച്ചിയിൽ കേരളത്തിൽ 2 ഐമാക്സ് ആണ് ഉള്ളത്. ആ 2 ഐമാക്സിൽ എനിക്ക് തോന്നുന്നില്ല ഇത് നിങ്ങൾക്ക് 2K പ്രൊജക്ഷനിൽ കണ്ട് തൃപ്തിപ്പെടാവുന്ന ഒരു പടമാണെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. കാരണം ഞാൻ ഇന്നലെ പടം കണ്ടപ്പോൾ കണ്ട ആ ഒരു ഇമേജ് ക്ലാരിറ്റി, അതിന്റെ ഷാർപ്നെസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത് ശരിക്കും ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ 4Kയിൽ 4Kയിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. ഇത് 3D ഒന്നും അല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളിൽ നമുക്ക് ഇടയ്ക്ക് മീഡിയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 3D എന്ന് പറയുമ്പോൾ നമ്മൾക്കിടയിൽ വേറെ ഒരു മീഡിയം വരുന്നുണ്ട്. അപ്പം അങ്ങനെ അതുപോലെ ഒന്നുമല്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, കണ്ടിരിക്കാൻ പറ്റും. ഇന്റർസ്റ്റെല്ലർ എന്ന് പറയുന്നതിന് ഒരു ഇമോഷനാണ്. ആ ഇമോഷന്റെ പീക്ക് ഓർഗാസം എന്ന് പറയാം. അതൊരു കറക്റ്റ് വേർഡാണ്. കാരണം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ പണം കണ്ടപ്പോൾ. പിന്നെ ഇതിന്റെ സീൻസ് ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇമോഷണലി വളരെയധികം ഹുക്കാവുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ പടത്ത് അറിയാലോ, ഈ പടത്തിന് സയന്റിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അങ്ങനെയും കുറെ കാര്യങ്ങളുണ്ട്. സോ ഇന്റർസ്റ്റെല്ലറിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇന്റർസ്റ്റെല്ലർ എല്ലാവർക്കും അറിയാം. ഇത്രയും അധികം ഇപ്പോഴും 11 വർഷം ഈ പടം റിലീസായിട്ട് ഇപ്പോഴും ആളുകൾ ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ പടത്തിന്റെ ടിക്കറ്റ് കിട്ടാനില്ല. ആക്ച്വലി സിനിപോളിസിൽ കൊച്ചിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ ടിക്കറ്റ് കിട്ടാനില്ല. അപ്പൊ അവർ ഇന്ന് വെളുപ്പിന് 5:30 5:45 എന്തോ ഒരു എക്സ്ട്രാ ഷോ ആഡ് ചെയ്തിട്ടുണ്ട്. സോ കൊച്ചിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഷോയുടെ ടിക്കറ്റ് ഇപ്പോഴും സ്റ്റിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഗ്രീൻ തന്നെയാണ്. സീറ്റ്സ് ഒക്കെ പതുക്കെ ഫില്ലായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഡൈനാമിക് പ്രൈസിംഗ് ആണ്, അത് ഞാൻ പറയാം. കാരണം ഇപ്പോൾ കുറവാണ്, റേറ്റ് ഞാൻ ഓർക്കുന്നില്ല, സോറി. എത്രയും വേഗം ബുക്ക് ചെയ്യാൻ നോക്കുക. കാരണം ഇന്റർസ്റ്റെല്ലർ ഈസ് ആൻ ഇമോഷൻ. അത് ഐമാക്സ് കണ്ടില്ലെങ്കിലാണ് നഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. ഞാൻ 4DX അടക്കമുള്ള നോർമൽ സ്ക്രീനിലെല്ലാം കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് നോർമൽ സ്ക്രീനിലൊക്കെ ഈ സിനിമ കാണാനുള്ള ചാൻസ് കിട്ടും. പക്ഷെ അതിന്റെ ആസ്പെക്ട് റേഷ്യോ ഒന്നും ചേഞ്ച് ആവുന്നില്ല. ഇതങ്ങനെയല്ല. ഈ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് കാണുന്നത് തന്നെ ഒരു ഗൂസ്ബം മൊമെന്റ് ആണ്. പിന്നെ ഇതിനകത്തുള്ള സീൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഡോക്കിംഗ് സീനിനെ കുറിച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ്. കാരണം എനിക്കത് അറിയില്ല എന്ത് വാക്കുകളാണ്, ഏത് രീതിയിലാണ് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ക്ലൈമാക്സിൽ ആ ഹോസ്പിറ്റൽ ബെഡിൽ മർഫ് കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഇങ്ങനെ വിങ്ങി പൊട്ടുകയാണ്. കാരണം ഇതിന്റെ ഇമോഷൻ അതാണ്. നമുക്ക് എത്ര തവണ കണ്ടതാണെങ്കിലും എത്ര ഇതാണെങ്കിലും, പക്ഷെ ഒരു പ്രോപ്പർ റൈറ്റിംഗ് എത്രത്തോളം ഒരു സിനിമയെ പെർഫെക്റ്റ് ആക്കുന്നുള്ളതിന്റെ ഹ്യൂജ് എക്സാമ്പിൾ ആണ് ഇന്റർസ്റ്റെല്ലർ. സോ ഇന്റർസ്റ്റെല്ലർ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് വളരെ ക്ലീശ ആയിട്ടുള്ള എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ ചില സിനിമകളൊക്കെ ഉണ്ടാവില്ലേ, നായകന്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർസ്റ്റെല്ലർ ആദ്യമായിട്ട് ഐമാക്സിൽ കാണണം. അതൊരു വല്ലാത്തൊരു ഇതായിരിക്കും. കാരണം ഇപ്പൊ ഇന്റർസ്റ്റെല്ലർ കണ്ടിട്ടില്ല, നീ ഇന്റർസ്റ്റെല്ലർ കാണണം എന്നൊക്കെ പറയുന്നത് മീം സംഭവങ്ങളൊക്കെ ആയിട്ട് മാറി. ട്രോളാണ് സത്യത്തിൽ. അത് നമ്മൾ ഓവർ യൂസ് ചെയ്ത് അലമ്പാക്കി കളഞ്ഞു. പക്ഷെ സ്റ്റിൽ ഇന്റർസ്റ്റെല്ലർ ഈസ് ആൻ ഇമോഷൻ. വാച്ചിങ് ഇന്റർസ്റ്റെല്ലർ ഇൻ ഐമാക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് ടൈം മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്കിപ്പോഴാണ് മനസ്സിലായ നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, ഇതിനൊക്കെ ഒരു എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം, ഒരു മീഡിയം. മൂവീസ് ആർ പവർഫുൾ. അത് എത്രത്തോളം നമുക്ക് നമ്മളുടെ ഒരു ആവണോ, എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. സോ ഇന്റർസ്റ്റെല്ലർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഐമാക്സിലാണ് ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അസൂയാണ് ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച്. അത് മനസ്സിലാക്കി കാണുക. അതായത് ഞാൻ ഈ പടം ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഒരു വകയും മനസ്സിലായില്ല. എന്താണ്ടൊക്കെ അവർ പറയാൻ ശ്രമിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയില്ല. അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ ഇറ്റ്സ് സംതിങ് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള, എന്നാ നടക്കാത്ത സംഭവമല്ല. ഇപ്പൊ ഇതിനകത്ത് മില്ലേഴ്സ് പ്ലാനറ്റിലുള്ള ടൈം വേരിയേഷൻ എന്നൊക്കെ പറയുന്നത് അത് ആക്ച്വലി പ്രാക്ടിക്കലി അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ട്രൂ ടു ആ സയൻസിന്റെ സംഭവങ്ങളിലേക്ക് ഒരുപാട് ഒന്നുമല്ല. അതൊരു റിയൽ ലൈഫിൽ ഒരു സയന്റിസ്റ്റൊക്കെ ആയിട്ട് പുള്ളിയുടെ പേര് എനിക്ക് അറിയാമായിരുന്നു, ഞാൻ മറന്നുപോയി. ഈ പുള്ളിയുടെ പേരൊക്കെ ഞാൻ അങ്ങനെ മറക്കുക, അയ്യോ. അപ്പൊ പുള്ളിയായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന പടമായിരുന്നു. സോ ക്രിസ്റ്റഫർ നോളൻ ഈസ് എ ലെജൻഡ്. പുള്ളിയുടെ ഒരു വർക്കാണ്. ഇപ്പോൾ അത് ഐമാക്സിൽ കൊച്ചിയിലും ട്രിവാൻഡ്രത്തുള്ളവർക്ക് കാണാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണണം. എനിക്കറിയില്ല, എനിക്ക് ഇതിൽ കൂടുതൽ എങ്ങനെയാ പറഞ്ഞ് അയ്യോ 9 മിനിറ്റോ, സോറി. അപ്പൊ ഇതൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ്, ഐമാക്സിന്റെ എക്സ്പീരിയൻസ് പറയുന്ന ഒരു ഇതാണ്. സോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അസൂയാണ്. ഇത് ഐമാക്സിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പീക്ക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയൂലേ, അതാണ് കേട്ടോ.